കേരള രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ കാലങ്ങളായി ഉറച്ചുപോയ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷമെന്നും അതുപോലെ വലതുപക്ഷമെന്നും രണ്ട് ചേരികളായി വിഭജിക്കപ്പെട്ടു നിന്നിരുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നമായി ഇന്ന് BJPയുടെ വളർച്ച മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിൽ BJP എന്ന് കേൾക്കുന്നത് തന്നെ ഒരുതരം രാഷ്ട്രീയ അയിത്തമായി കണ്ടിരുന്ന നേതാക്കൾ ഇന്ന് കൂട്ടത്തോടെ ആ പാർട്ടിയുടെ കൊടിക്ക് കീഴിലേക്ക് അണിനിരക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ കൂടുമാറ്റം മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കം കൂടിയാണ്. അൽഫോൺസ് കണ്ണന്താനം എന്ന IAS ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ സ്വതന്ത്രനായി നിയമസഭയിൽ എത്തിയ ശേഷം പിന്നീട് BJPയിലേക്ക് ചേക്കേറിയപ്പോൾ കേരളം അത് വലിയ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അന്ന് കണ്ണന്താനം കേട്ട പരിഹാസങ്ങൾക്കും അതുപോലെ വിമർശനങ്ങൾക്കും കയ്യും കണക്കുമില്ലായിരുന്നു. അതിന് പിന്നാലെ AP അബ്ദുള്ള കുട്ടി എന്ന കരുത്തനായ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു കടന്ന് കാവിക്കൊടി പിടിച്ചപ്പോഴും കേരളം ഞെട്ടി. കാരണം AP അബ്ദുള്ള കുട്ടി എന്ന അദ്ദേഹം പലതവണ മറുകണ്ഠം ചാടുകയും പിന്നീട് പല കണ്ഠം ചാടുകയും ചെയ്ത ഒരാളാണ്. ആദ്യം LDFിൽ വന്നു, പിന്നെ UDFിൽ വന്നു, അവിടെ നിന്ന് പിന്നെ BJPയിലേക്ക് പോകുന്നു, പിന്നെ അങ്ങനെ വീണ്ടും LDFിൽ പോകുന്നു. അങ്ങനെ പല പാർട്ടികളിൽ ചാടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. എന്നാൽ ഇന്ന് കാലം മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് BJPയിലേക്ക് പോവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ അപരാധമായി അല്ല കാണുന്നത്, മറിച്ച് പല നേതാക്കളും തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്കുള്ള ഒരു സുരക്ഷിത താവളമായിട്ടാണ് ഇതിനെ കാണുന്നത്. തങ്ങളുടെ ഭാവി വലിയ തരത്തിലുണ്ടാകുന്ന സുരക്ഷിതമാക്കുക, അതുപോലെ തന്നെ തങ്ങളുടെ മേഖല സുരക്ഷിതമായി കൊണ്ടുപോകുക എന്ന തരത്തിലാണ് ഇപ്പോൾ എല്ലാവരും BJPയിലേക്ക് പോകുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സിറ്റിംഗ് MLA-മാർക്കും മുൻ MLA-മാരുമെല്ലാം കൂട്ടത്തോടെ BJPയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിക്കപ്പെടുന്ന പലയിടങ്ങളിലും ഇന്ന് വിള്ളലുകൾ വീണിരിക്കുകയാണ്. CPM-ന്റെയും CPI-യുടെയും സമുന്നതരായ നേതാക്കൾ പടിയിറങ്ങി BJPയിൽ ചേരുന്നത് ആ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത ആഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. CC മൂന്നിനെ പോലുള്ള ഒരു ജനപ്രതിനിധി MLA സ്ഥാനം പോലും രാജിവെക്കാതെ നേരിട്ട് BJPയിൽ അംഗത്വമെടുത്തത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത്യപൂർവമായ കാഴ്ച കൂടിയായിരുന്നു. വൈക്കം മണ്ഡലത്തിൽ നിന്നും 2 തവണ MLA K അജിത്തിനെ പോലുള്ളവർ അതുപോലുള്ള നേതാക്കൾ കാവിക്കൊടി പിടിക്കുമ്പോൾ അത് CPI എന്ന പാർട്ടിയുടെ അടിത്തറ ഇളകുന്നതിൻ്റെ സൂചന കൂടിയാണ് നൽകുന്നത്. വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം മുറുകെ പിടിച്ചിരുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രത്യയശാസ്ത്രത്തിന് കേരളത്തിലുള്ള സ്വാധീനം കുറയുന്നു എന്നതിനുള്ള അടിസ്ഥാന തെളിവ് കൂടിയാണ്. വർക്കയിലെ അഡ്വക്കേറ്റ് സ്മിത സന്തോഷിന്റെ BJP പ്രവേശനം പ്രാദേശിക തലത്തിൽ CPM-നുണ്ടാക്കിയ പ്രഹരം ചെറുതൊന്നുമല്ല. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പദവി രാജിവെച്ചുകൊണ്ട് നേരിട്ട് BJP സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അത് ആ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലെ ദേവികുളത്ത് മുൻ MLA S രാജേന്ദ്രൻ BJP പാളത്തിലെത്തിയത് ആ മേഖലയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ BJP സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയെ പോലുള്ള നേതാക്കളുടെ കൂടുമാറ്റം സൂചിപ്പിക്കുന്നതാകട്ടെ CPM-ന്റെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ തന്നെ വലിയ അസംതൃപ്തി പുകയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരിലെ പാരമ്പര്യ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ നിന്ന് പോലും പ്രവർത്തകർ കൂട്ടത്തോടെ കാവിക്കൊടിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കാവിക്കൊടി പിടിച്ചെത്തുന്നത് പിണറായി വിജയന്റെ കോട്ടകളിൽ വിള്ളൽ വീണു എന്നതിനുള്ള വ്യക്തമായ സൂചനകൾ കൂടിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഈ ഒഴുക്കിൽ നിന്നും മുക്തമൊന്നുമല്ല, മറിച്ച് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടിയും വരും. കാരണം ഗ്രൂപ്പ് പോരിലും നേതൃത്വത്തിന്റെ അവഗണനയിലും മനം മടുത്ത നേതാക്കൾക്ക് മുന്നിൽ ഇന്ന് വലിയൊരു ബദലായി മാറുന്നത് BJP തന്നെയാണ്. അനിൽ ആന്റണി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൻ BJPയിൽ എത്തുമ്പോൾ അത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ നാണക്കേടുണ്ടാക്കിയ കാര്യം കൂടിയായിരുന്നു. അതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ എന്ന K കരുണാകരന്റെ മകൾ തന്നെ BJPയിലേക്ക് ചേക്കേറിയത് കേരളത്തിലെ കോൺഗ്രസ് അണികളെ മാനസികമായി തളർത്തുന്ന കാര്യം കൂടിയായിരുന്നു. മുൻ UDF സ്ഥാനാർത്ഥികളായ BS അനൂപ്, RS അരുൺ രാജ് എന്നിവരുടെ മാറ്റം കോൺഗ്രസിലെ യുവതലമുറ BJPയുടെ വികസന രാഷ്ട്രീയത്തിൽ ആകർഷകരാകുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണ്. മറ്റൊരു കാര്യം, ഇവിടെ സീറ്റില്ലെങ്കിൽ അവിടെ സീറ്റ് ഉറപ്പായും കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ BJPയിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള അതുകൊണ്ട് തന്നെയാണ്, ആ ഉറപ്പിലാണ് ഇവരെല്ലാം മറുകണ്ഠം ചാടിപ്പോയിട്ടുള്ളതും. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി ഇത്തവണ അതേ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നുള്ളതും രാഷ്ട്രീയത്തിലെ വിരോധാഭാസമായി തോന്നാമെങ്കിലും അത് BJP നൽകുന്ന പുതിയ അവസരങ്ങളുടെ വാഗ്ദാനങ്ങളുടെയൊക്കെ അടയാളം കൂടിയാണ്. G രാമൻ നായർ, P സുധാകരൻ, അതുപോലെ തന്നെ P രഘുനാഥ്, J പ്രമീളാദേവി തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ നിര തന്നെ BJPയിൽ ഇതിനോടകം തന്നെ അണിനിരന്നും കഴിഞ്ഞു. KPCC പ്രസിഡന്റിന്റെ സഹോദരൻ ഷാജി B ജോസഫ് BJPയിൽ ചേർന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ പുഷ്പൻ്റെ, അതായത് നമുക്കറിയാം പുഷ്പൻ എന്നത് CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെയൊക്കെ സമുന്നതനായ നേതാവായിരുന്നു. വിപ്ലവത്തിൻ്റെയൊക്കെ സിംഹമായി അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. പുഷ്പനെ അറിയാമെന്നുള്ള പാട്ടുകൾ വരെ വലിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ പുഷ്പനെ കുറിച്ച് ഒരു വാക്ക് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പുഷ്പൻ്റെ സഹോദരൻ ഇവിടെ BJPയിലേക്ക് പോയതും നാം പറഞ്ഞതാണ്. അതുപോലെ തന്നെ മുൻ MP ആയിരുന്ന സമ്പത്തിൻ്റെ സഹോദരൻ BJPയിലേക്ക് പോയതും നാം പറഞ്ഞതാണ്. അങ്ങനെ വലിയ നേതാക്കളുടെയും വലിയ
പാർട്ടി പ്രവർത്തകരുടെയൊക്കെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, മക്കളൊക്കെ BJPയിലേക്ക് പോകുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് എന്നത് തകർന്നൊരു കപ്പലാണെന്നും അവിടെ സുരക്ഷിതത്വം ഇല്ലെന്നും മുതിർന്ന നേതാക്കൾ തന്നെ ഇതിനോടകം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ BJPയിലേക്ക് പോയവർ തന്നെ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കൾക്ക് BJPയോടുള്ള ഈ പ്രിയം വർദ്ധിക്കുന്നു എന്നുള്ളൊരു ചോദ്യമായി ഉണ്ടാകുന്നുണ്ട്. ഇതിന് പിന്നിൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന അജണ്ടകളും ആഗോളതലത്തിലെ ഇന്ത്യ നേടിയെടുത്ത അംഗീകാരവുമാണെന്നാണ് ഈ പറഞ്ഞ മറുകണ്ഠം ചാടിയ എല്ലാ നേതാക്കളും പറഞ്ഞു വെക്കുന്നത്. കേരളത്തിൽ മാറി മാറി വന്ന ഇടത് വലത് മുന്നണികൾ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന വികാരം ശക്തമായിട്ടുമുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾ മുതൽ ദേശീയപാത വികസനം വരെ നീളുന്ന കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്നും ഇവർ തന്നെ പറയുന്നുമുണ്ട്. BJP കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിന് വികസനത്തിന് ആ പാർട്ടിയുമായി സഹകരിക്കുക വഴിയുള്ളൂ എന്നുള്ള ചിന്ത നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനൊപ്പം തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തെ BJPയുമായി അടുപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള നേതാക്കൾ നടത്തിയ ശ്രമങ്ങൾ അത് വലിയ തരത്തിൽ വിജയം കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. സഭാ നേതാക്കളുമായി നേരിട്ട് സംവദിക്കുന്നതും അതുപോലെ അവരുടെ പരാതികൾ കേന്ദ്രതലത്തിൽ പരിഹാരം കാണുന്നതും BJPയുടെ സമീപനത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുമുണ്ട്. സഭയുടെ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. റബ്ബർ വില മുതൽ തീരദേശ വിഷയങ്ങൾ വരെ കേന്ദ്ര സർക്കാരിൻ്റെ മുൻഗണനയിലേക്ക് കൊണ്ടുവരാൻ BJP നേതാക്കൾക്ക് സാധിക്കുന്നു എന്നുള്ളതും ന്യൂനപക്ഷങ്ങളിൽ BJPക്കുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് BJPക്കാർ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇതൊന്നും കൂടാതെ BJP നേരിട്ട് ചേരാൻ മടിയുള്ളവർക്കായി 2020 പോലുള്ള ജനകീയ കൂട്ടായ്മ ഒരു പാലമായി BJP ഉപയോഗിക്കുന്നുമുണ്ട്. രാഷ്ട്രീയമായ തടസ്സങ്ങളുള്ളവർക്ക് ആദ്യം ഇത്തരം സ്വതന്ത്ര പ്ലാറ്റ്ഫോമുകളിൽ എത്തിച്ച് പിന്നീട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രം കൂടിയാണ് BJPയുടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി ഒരു കാലത്ത് മതേതരത്വം പ്രസംഗിച്ചിരുന്ന പല നേതാക്കളും ഇന്ന് ഇത് തങ്ങളുടെ പഴയ രാഷ്ട്രീയ കുപ്പായം ഊരി വെച്ചുകൊണ്ട് കാവി പുതയ്ക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൂടുതൽ പ്രമുഖർ BJPയിലേക്ക് എത്തുമെന്ന സൂചനകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തന്നെ നൽകുന്നുമുണ്ട്. BJP കേരളത്തിൽ ഒരു ചെറിയ ശക്തിയല്ല എന്നും മറിച്ച് അധികാരത്തിലെത്താൻ വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിലേറാൻ വേണ്ടി കെൽപ്പുള്ള ഒരു മുന്നണിയായി വളരുകയാണെന്നും ഈ കുതിച്ചാട്ടം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ നേതാവും BJPയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊപ്പം ആയിരക്കണക്കിന് പ്രവർത്തകരും അനുഭാവികളും കൂടുമാറുന്നു എന്നുള്ളതാണ് BJPക്കാർ തന്നെ പറയുന്നത്. ഇത് കേരളത്തിലെ ഓരോ വാർഡിലും ഓരോ ബൂത്തിലും BJPയുടെ അടിത്തറ തന്നെ ശക്തമാക്കുന്നുണ്ടെന്നും ഇവർ വാദിക്കുന്നുമുണ്ട്. പത്തനംതിട്ടയും അതുപോലെ തൃശ്ശൂരും തിരുവനന്തപുരവും അടക്കമുള്ള ജില്ലകളിൽ വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്ന വർധനവ് മറ്റു മുന്നണികളെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നത് കൂടി തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന പല മുൻധാരണകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് നേതാക്കളുടെ ഈ പ്രവാഹം തന്നെ ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ ആരും ഭയപ്പെടുന്നുമില്ല. BJPയിലേക്ക് പോകുന്നവരെ പരിഹസിക്കുന്ന കാലമെല്ലാം കഴിഞ്ഞുവെന്നും പകരം എന്തുകൊണ്ട് അവർ ആ തീരുമാനം എടുത്തു എന്ന് ഗൗരവത്തോടെ ചിന്തിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നെന്നുമാണ് BJPക്കാർ തന്നെ പറയുന്നത്. ഈ ശ്രീധരനെ പോലെയുള്ള ലോകം ആദരിക്കുന്ന വ്യക്തികൾ BJPക്കൊപ്പം നിന്നത് ആ പാർട്ടിയുടെ അന്തസ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ ജേക്കബ് തോമസിനെ പോലുള്ള മുൻ ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളായ സുരേഷ് ഗോപി, കൃഷ്ണകുമാർ തുടങ്ങിയവരും BJPക്ക് നൽകുന്ന ജനപ്രീതി നിസ്സാരമൊന്നുമല്ല. തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ചലനം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായം കൂടിയാണ്. സിനിമാ ഗ്ലാമറിനപ്പുറം ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനുള്ള BJPയുടെ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്നുമുണ്ട്. ഇടതുപക്ഷം അവിടെ ഇടതുപക്ഷം തങ്ങളുടെ കേഡർമാരെ കൂടെ നിർത്താൻ പെടാപ്പാടുപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ ഓരോ നേതാക്കൾ BJPയിലേക്ക് ചേരുന്നത് CPM മണികൾക്കിടയിൽ പോലും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുമുണ്ട്. കോൺഗ്രസിനാകട്ടെ കേന്ദ്രത്തിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ തങ്ങളുടെ നേതാക്കളെല്ലാം പദവികളോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് ഇവർ തന്നെ പദവികളും ആനുകൂല്യങ്ങളും പ്രലോഭനങ്ങളും ഭീഷണികൾക്ക് കൊണ്ട് തന്നെ BJPയിലേക്ക് ചേക്കേറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ അവസരമാണ് കൃത്യമായി BJP അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കഴിവുള്ള എല്ലാ നേതാക്കളെയും അവർക്ക് പുതിയ വാഗ്ദാനങ്ങൾ നൽകുകയും അതുപോലെ പുതിയ സ്ഥാനങ്ങൾ നൽകിയൊക്കെയാണ് BJPയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കേന്ദ്രമന്ത്രിസഭയിൽ പോലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് BJPയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന കാര്യം കൂടിയാണ്. ക്രൈസ്തവ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് BJP അതിവേഗം നടന്നെടുക്കുന്നത്. മുസ്ലിം ലീഗിനും ഇടതുപക്ഷത്തിനും സ്വാധീനമുള്ള മലബാർ മേഖലകളിൽ പോലും BJP തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം കേവലം ജയപരാജയങ്ങളുടെ കണക്കുകളല്ല, മറിച്ച് കേരളം എന്ന രാഷ്ട്രീയ ഭൂമിയിൽ തങ്ങൾ വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ്. ഓരോ കൂടുമാറ്റവും ആ പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് BJP തന്നെ പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് രണ്ട് മുന്നണികൾക്കിടയിൽ വീർപ്പുമുട്ടേണ്ട സാഹചര്യമില്ലെന്നും അവർക്ക് മുന്നിൽ ശക്തമായൊരു മൂന്നാം ഓപ്ഷൻ ഉണ്ടെന്നും BJP പറഞ്ഞു വെക്കുകയാണ്. അവർ അതിനുള്ള പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളുമെല്ലാം ഇതിനോടകം തന്നെ നൽകിയും കഴിഞ്ഞിട്ടുണ്ട്. നേതാക്കളുടെ എല്ലാം ഈ ഒഴുക്ക് വരുന്ന നാളുകളിൽ ഇനിയും വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. കാരണം അധികാരം എവിടെയാണെന്നും മാറ്റത്തിൻ്റെ കാറ്റ്
എങ്ങോട്ടാണെന്ന് വീശുന്നതെന്നും തിരിച്ചറിയാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന വലിയൊരു വഴിത്തിരിവാണ് ഇന്ന് നാം കണ്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുധ്രുവ രാഷ്ട്രീയത്തിൻ്റെ കോട്ടകൾ ഓരോന്നായി തകരുമ്പോൾ അവിടെ പുതിയൊരു രാഷ്ട്രീയ ക്രമം രൂപപ്പെടുത്തുകയാണ്. ഇത് വെറും ഒരു മാറ്റമൊന്നുമല്ല, മറിച്ച് കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും പുതിയ ദിശാബോധം നൽകുന്നൊരു വലിയ കുതിച്ചാട്ടമാണെന്നാണ് BJP പറയുന്നത്. ഓരോ നേതാവും BJPയിലേക്ക് വരുന്നത് കേരളത്തിൻ്റെ കാവ്യരാഷ്ട്രത്തിലുള്ള അയിത്തം അവസാനിച്ചു എന്നതിനുള്ള വലിയ വിളംബരം കൂടിയാണ്. വരും വർഷങ്ങളിൽ കേരള നിയമസഭയിൽ BJPയുടെ സാന്നിധ്യം ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറുമെന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം അവിടെ ഉണ്ടാകുന്നത് BJPയിലെയും അതുപോലെ BJPയിലേക്ക് വരുന്ന എല്ലാ നേതാക്കളും CPMയിലെയും CPIയിലെയും കോൺഗ്രസിലെയും ഒക്കെയുള്ള നേതാക്കളാണ്. ഇവരെല്ലാം ചേർന്നാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നുള്ള അഭ്യൂഹം കൂടി ഉണ്ടാകുന്നുമുണ്ട്. അതൊരിക്കലും തള്ളിക്കളയാനും കഴിയില്ല.